നമസ്കാരം. ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് നമ്മളുടെ രക്തത്തിൻ്റെ എത്രമാത്രം നമ്മളെ ശരീരത്തിൽ നിന്ന് എടുത്തു എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യുന്ന ഉപകരണവും അതേപോലെ തന്നെ രക്തം സ്വീകരിക്കുമ്പോൾ നിറയുന്ന ബാഗുമാണ്. പലപ്പോഴും നമ്മൾ രക്തം കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം പേടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെ വളരെ ഈസി ആയിട്ട് രക്തം കൊടുക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ പല സംശയങ്ങൾക്കുമുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ രക്തം കൊടുക്കുന്നൊരു വീഡിയോ ആണ്. അതെങ്ങനെ നമുക്ക് നോക്കാം. നിങ്ങൾ കാണും, നിങ്ങൾ ആ ആളുടെ കയ്യിൽ BP കഫ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഒരു പ്രഷർ ചെലുത്തി താഴേക്ക് വരാൻ വേണ്ടി BP കഫ് ചെറിയൊരു പ്രഷർ കെട്ടും. അതിനുശേഷം ആ കയ്യിൽ നിന്ന് നമ്മൾ ഒരു കയ്യിൽ നിങ്ങൾ കണ്ടു ആൻറ്റിസെപ്റ്റിക്സ് ഒരു ഉപയോഗിച്ച് വൈപ്പ് ചെയ്തു. ഇപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ ചെറിയൊരു സ്മൈലി ബോളുണ്ട്. അപ്പോൾ ആ ബോൾ ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ രക്തം കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു പ്രഷറിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാളും ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ രക്തം കൃത്യസമയത്ത് നിറയാൻ വേണ്ടിയാണ് സ്മൈലി ബോൾ കൈ കൊടുക്കുന്നത്. അപ്പോൾ രക്തം ആൾറെഡി ഇതിന് മുമ്പേയൊക്കെ കൊടുത്തവർക്ക് അത് അറിയാൻ പറ്റും. ഈ ഒരു ബാഗിലേക്കാണ് നമ്മൾ രക്തം നിറയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നമ്പരും ഗ്രൂപ്പും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് സാധാരണ നേരത്തെ കാണിച്ചതുപോലെ താഴെ വയ്ക്കും. അപ്പോൾ അത് ബ്ലഡ് അതിലേക്ക് നിറയുമ്പോൾ അതിൻ്റെ വെയിറ്റ് അറിയാനാണ് നേരത്തെ ആ ഒരു മെഷീൻ കാണിച്ചത്. അതിനുശേഷം നമ്മൾ ചെറിയ ഒരു പ്രിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രിക്ക് കൊടുക്കുമ്പോൾ വലിയ വേദനയൊന്നുമില്ല. അതിനുശേഷം ശരിയായ വെയിനിലാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ബ്ലഡ് വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം അത് ഫിക്സ് ചെയ്യുന്നു. 5-10 മിനിറ്റ് മാത്രമാണ് ഈ ഒരു പ്രൊസീജിയറിന് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാം. 5-10 മിനിറ്റ് കഴിയുമ്പോൾ ബ്ലഡ് അതിൽ നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എത്രമാത്രം ബ്ലഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നിറഞ്ഞു എന്നതിൽ കാണിക്കുക. ഏകദേശം 350 ml ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓരോ ബ്ലഡ് അതിൽ നിറയുമ്പോൾ ഇതിങ്ങനെ സ്വിങ് ചെയ്യും. വളരെ ഈസി ആയിട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. സാധാരണ ആൾക്കും പേടിയാണ്, ഒരുപാട് ബ്ലഡ് എടുക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതിന് 5-10 മിനിറ്റായി ബ്ലഡ് നിറഞ്ഞതിന് ശേഷം ഇത് തിരിച്ചു വരുന്നു. അപ്പോൾ ഇത്ര വളരെ സിമ്പിളായിട്ടാണ് ബ്ലഡ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു എത്ര സമയം എടുത്തതെന്ന് കണ്ടു. ആ ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ബ്ലഡ് നിങ്ങൾ പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഇത് ഒരുപാട് ബ്ലഡ് എടുക്കുമോ? അപ്പോൾ കൃത്യമായിട്ട് അളവ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു അലാം കേൾക്കും. അതിനുശേഷം നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളത് കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമുക്കൊരു സന്തോഷത്തിന് വകയുണ്ട്. നിങ്ങൾക്ക് ഫ്രൂട്ടി അതേപോലെ തന്നെ ബിസ്ക്കറ്റ് ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ പൂർണ്ണ ആരോഗ്യവനേഷ് ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ലഭിക്കുന്നതാണ്. ഈ ഒരു ഫോം, അതായത് നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ സമയത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് ഞാൻ പിന്നെ പറയും. നമ്മളെ പേര്, ഒരുപാട് രോഗങ്ങളെക്കുറിച്ച്, നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അസുഖമുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ ആദ്യമായിട്ട് വരുമ്പം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഫോം നമ്മൾ കൃത്യമായിട്ട് വായിച്ച് ശരിയായ രീതിയിൽ ഫില്ല് ചെയ്യണം. ആ ഒരു ഫോമാണ്, രജിസ്ട്രേഷൻ ഫോമാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അവിടെയുള്ള നഴ്സ് ആരാണ്, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ, നിങ്ങളുടെ വൈറ്റൽസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. ടെമ്പറേച്ചർ അതേപോലെ തന്നെ BP ഇവ കൃത്യമായിട്ട് പരിശോധിക്കും. സാധാരണ നമുക്കറിയാം, നമ്മളൊരു ആരോഗ്യമുള്ള ഒരാളിനാണ് ബ്ലഡ് ശരിയായ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഉറപ്പുവരുത്തുന്നതിനായിട്ട് നമ്മൾ എല്ലാ വൈറ്റൽസും ചെക്ക് ചെയ്യും. BP അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഇവ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം, ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുക എന്നാണ്. നീഡിൽ നമ്മളെ വിരലിനറ്റത്തൊരു പ്രിക്ക് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഹീമോഗ്ലോബിൻ മീറ്ററിൽ എത്ര ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് നോക്കുകയാണ്. ഏകദേശം നിങ്ങൾക്കറിയാം 12.5 മുകളിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് കൺഫേം ആക്കി. ഇവിടെ ഒരു 14 കാണിക്കുന്നത്. അപ്പം ആവശ്യത്തിന് ഹീമോഗ്ലോബിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ രക്തം കൊടുത്തു കഴിഞ്ഞാൽ സൂക്ഷിക്കുന്ന, നിങ്ങൾ പലപ്പോഴും സംശയമുണ്ട് എങ്ങനെ സൂക്ഷിക്കുന്ന, ഈ ഒരു ബ്ലഡ് ബാങ്കിലാണ് കൃത്യമായിട്ട് രക്തം സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് പല അറകളുമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ രക്തം ഇവിടെയാണ് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത്. കൃത്യമായ രീതിയിൽ ഏകദേശം
25 മുതൽ 35 ദിവസം വരെ നമ്മൾ രക്തം സൂക്ഷിക്കും. ഇനി നമുക്ക് ആർക്കൊക്കെ രക്തം കൊടുക്കാമെന്ന് നോക്കാം. പ്രായം 18-നും 60-നും ഇടയിലായിരിക്കണം. കുറഞ്ഞത് 50 കിലോഗ്രാം ഒക്കെ ഭാരം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ തലേ ദിവസം നന്നായിട്ട് ഉറങ്ങണം. തലേ ദിവസം മദ്യപിക്കാൻ പാടില്ല. മദ്യപാനം ഉള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിച്ചിരിക്കണം. ഈ ഒരു ബ്ലഡ് എടുക്കുന്നതിന് മുമ്പ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. അതേപോലെ തന്നെ അന്നത്തെ ദിവസം ചുമ, പനി, അതേപോലെ തന്നെ പ്രത്യേകം മുറിവ്, ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസം രക്തം കൊടുക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ആസ്മ, അപസ്മാരം, കിഡ്നി രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയൊക്കെ ഉണ്ട് നമ്മൾ തുടർന്ന് പറയണം. അപ്പോൾ അവർക്കും രക്തം കൊടുക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 12-ന് മുകളിലായിരിക്കണം ഹീമോഗ്ലോബിൻ്റെ അളവ്. വലിയ സർജറി കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷവും ചെറിയ ഓപ്പറേഷൻ, അതേപോലെ തന്നെ ഡെൻ്റൽ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് 6 മാസത്തിന് ശേഷം മാത്രമേ നമ്മൾ രക്തദാനം ചെയ്യാൻ പാടുള്ളൂ. ഡയബറ്റീസ്, നമ്മൾ കൺട്രോളായിട്ടുള്ള ഡയബറ്റീസ്, അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ, കൺട്രോളില്ലാത്ത ബ്ലഡ് പ്രഷർ, തൈറോയ്ഡ് രോഗം, ഇത്തരം രോഗങ്ങളുള്ള ആളുകൾ ചിലപ്പോൾ ബ്ലഡ് അവരുടെ കണ്ടീഷൻ മോശമാണെങ്കിൽ ബ്ലഡ് ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ബ്ലഡ് നൽകാൻ അനുവദിക്കുന്നതല്ല. അതേപോലെ തന്നെ കയ്യിൽ പച്ച കുത്തുക, പേവിഷബാധയുടെ മരുന്ന് സ്വീകരിച്ച വ്യക്തി, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരിൽ നിന്ന് ഏകദേശം 1 വർഷം കഴിഞ്ഞ് മാത്രമേ ഇത്തരക്കാർ രക്തദാനം നൽകാൻ പാടുള്ളൂ. അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആർത്തവ സമയത്ത്, അതേപോലെ മുലയൂട്ടൽ നടക്കുന്ന സമയത്ത്, പ്രസവം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം മാത്രം രക്തദാനം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഓർക്കുക, ചിലപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ വിചാരിക്കും ആർക്കും രക്തം കൊടുക്കാൻ പാടില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. ആരോഗ്യമുള്ള ഒരു പുരുഷന് 3 മാസത്തിലൊരിക്കലും, സ്ത്രീകൾക്ക് 4 മാസത്തിലൊരിക്കലും രക്തം നൽകാവുന്നതാണ്. നമ്മൾ ഒരു ജീവൻ രക്ഷിക്കാനാണ് ഈ രക്തം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തം നൽകുക. അതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. നമ്മളെ കൊളസ്ട്രോൾ കുറയും, നമ്മൾ പുതിയ രക്തം വരും, RBC ഒക്കെ പുതിയതുണ്ടാകും. ഒരുപാട് രോഗങ്ങൾ ഇതിൽ നിന്ന്, ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിലുപരി നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മുടെ ഈ ഒരു കുറച്ച് രക്തം ശരീരത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ മറ്റൊരു ജീവൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ രക്തദാനം നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുക. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.